വന്ന് കിടക്കാൻ പറയും, ഞാൻ കിടക്കും. ഒരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സ് അയച്ചിട്ട് അവൻ്റെ ലിംഗം എൻ്റെ വായിൽ കുത്തിക്കയറ്റും. ശബ്ദം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടിവസ്ത്രം എടുത്തിട്ട് എൻ്റെ വായിൽ കുത്തിരിക്കും. പിന്നെ മുണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക എല്ലാ ദിവസവും. മുണ്ടെൻ്റെ 2 കൈയും 2 കാലും പൂട്ടിക്കെട്ടിയിട്ട് എൻ്റെ മലദ്വാരത്തിലൂടെ അവൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ഞാൻ അനുഭവിച്ചു. പക്ഷേ ഇത് അനുഭവിക്കാത്ത ഒരാളോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം ഇങ്ങനെ ആൾക്കാരുണ്ടോയെന്ന് ചിന്തിക്കുള്ളൂ. പിന്നെ ആൾക്കാർ പറയുന്നത് അവന് മെൻ്റലായിരിക്കും, ആ രീതിയിലായിരിക്കും അവൻ പറയുന്നത്. ഇപ്പം എൻ്റെ സുരാജ് തന്നെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കൊടുത്ത CMBയുടെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ കൈവശിരിക്കുന്നത്. സ്വന്തം അമ്മ, സ്വന്തം അച്ഛൻ, അതിനുശേഷം ഇദ്ദേഹത്തെ വലിച്ചു കയറിയ ഇദ്ദേഹത്തിൻ്റെ വലിയമ്മയുടെ മകൻ തൊട്ട് 8 പ്രതികൾ അടങ്ങുന്ന CMB. ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ ലിംഗം പിടിച്ചിട്ട് പറഞ്ഞ് ഇവനൊരു കുഴപ്പമില്ല, ഇവനാണെന്ന് പറഞ്ഞു. പക്ഷെ അതെന്തായാലും പരിശോധിക്കണം. കാരണം ലിംഗം നോക്കി നിർണ്ണയിക്കുന്ന ഡോക്ടർ എവിടെ നിന്നാണ് MBBS പട്ടം എടുത്തതെന്ന് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നാണ്. ആളെ ശിവപ്രസാദാണ്. ശിവപ്രസാദിനെ നമ്മളെല്ലാവരും പല ന്യൂസിലൊക്കെ നമ്മൾ ആങ്കറായിട്ട് കണ്ടിട്ടുണ്ട്. കർമ്മ ന്യൂസിലെ റിപ്പോർട്ടറാണ്. പിന്നെ ഇത് സുരാജ്, മലപ്പുറം സ്വദേശിയാണ്. രണ്ടുപേരും ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ട് 1 വർഷമായി. അവരിപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ബൈസെക്ഷൽ ഗേ ലിവിങ് ടുഗദർ കപ്പിൾ താണ്ട ഇവരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ താണ്ട ഈ സുരാജിൻ്റെ വീട്ടുകാർ ഇവർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. സുരാജിന് 21 വയസ്സാണ് പ്രായം. അതിനിടയിൽ സുരാജ് അനുഭവിക്കാത്ത മാനസികവും അല്ലാതെയുമായ പീഡനങ്ങൾ ഒന്നുമില്ല. സുരാജിൻ്റെ സ്വന്തം രക്തത്തിലുള്ളവർ തന്നെ സുരാജിനെ മാനസികമായും അല്ലാതെയും പീഡിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മ പോലും സുരാജിനൊപ്പം നിന്നില്ല. അതുകൊണ്ടാണ് സുരാജിന് ഇങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോകേണ്ടി വന്നതും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടി വന്നതും ഒടുവിൽ ശിവപ്രസാദിൻ്റെ അടുത്ത് എത്തുന്നതും. അതിനെക്കുറിച്ച് ഉള്ള തുറന്നു പറച്ചിലാണ് ഈ വീഡിയോ. ഒരു ആൺകുട്ടിയുടെ മാനത്തിന് സുരാജ് എന്താണ് വില? പുല്ല് വില അല്ലേ? സ്വന്തം വീട്ടുകാർ സെൽഫ് ഡിക്ലെയർ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടുകാർ തന്നെ പറയുകയാണ് മെൻ്റൽ എന്ന് പറഞ്ഞാൽ മെൻ്റൽ തന്നെയാണല്ലേ? മെൻ്റലാണോ? അല്ല. കേരളത്തിലെ സാമൂഹിക വിരുദ്ധരോടും മാതാപിതാക്കളോടും എനിക്കൊരേ കാര്യം പറയാനുള്ളൂ. സെൽഫ് ഡിക്ലെയർ ചെയ്ത 2016 നാൽസ ജഡ്ജ്മെൻറ്റ് പ്രകാരം സെൽഫ് ഡിക്ലെയർ ചെയ്ത് നിൽക്കുന്ന ഒരു ബൈസെക്ഷൽ ഗൈ ആണ് ഞാൻ. താങ്കളോ? ഗേ ആണ്. കേരളത്തിലെ ആദ്യത്തെ ബൈസെക്ഷൽ ഗൈയും കേരളത്തിലെ ആദ്യത്തെ ഗേയും ഞങ്ങൾ തമ്മിലാണ് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വേറെ ആരുമല്ല, സാമൂഹിക വിരുദ്ധരോ അതേപോലെ തന്നെ സമയവാസികളോ ഒന്നും തന്നെ അല്ല. എൻ്റെ മാതാപിതാക്കളല്ല, പിന്നെ ആരാ? എൻ്റെ വീട്ടുകാർ. അവരെന്തൊക്കെ പറയണേ? എനിക്ക് മെൻ്റലാണ്. ഈ ഗേ എന്ന് പറയുന്ന നടക്കുന്നവർക്ക് മെൻ്റലാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടുകാർ. താങ്കൾ എങ്ങനെയാണ് ഗേ ആയത്? 4ാമത്തെ വയസ്സ് മുതൽ എൻ്റെ വല്യമ്മയുടെ മകൻ എൻ്റെ വീട്ടിൽ വരികയും ജോലിയുടെ ആവശ്യത്തിന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരികയും ജോലിയുടെ ആവശ്യത്തിന് പറഞ്ഞാൽ വന്ന പുള്ളിക്കാരൻ വന്ന് എന്നെ ലൈംഗികപരമായിട്ട് കുറേ ചെയ്തു. എന്താണ് ചെയ്തത്? പുറംലോകത്തെ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇനിയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കും ജീവിക്കണം. ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് എനിക്കും കേരളത്തിൽ എൻ്റെ പാർട്ണറെ കൂടെ ജീവിക്കണം എന്നുള്ളതുകൊണ്ട്. ആരാണ് പാർട്ണർ? എല്ലാ പ്രേക്ഷകർക്കും ഹായ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം എനിക്കൊപ്പം ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം നേരിടുന്ന 2 വ്യക്തികളാണ് ഞാനും എൻ്റെ പാർട്ണർ സുരാജും. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ആര്? സ്വന്തം മാതാപിതാക്കൾ. തൻ്റെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ വലിയമ്മയുടെ മകൻ ഇദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്തപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, അതും 1 വർഷത്തിന് മുമ്പാണ് പറഞ്ഞത്, അമ്മ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതറിഞ്ഞപ്പോൾ അവരെന്താണ് സുരാജ് ചെയ്തത്? എന്നെ മയക്കി കിടത്തി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നീ അറിയാണ്ട്? അതെ. എന്നിട്ട് എനിക്ക് മയക്ക് ഗുളിക തന്ന എന്നെ മെൻ്റൽ ഹോസ്പിറ്റൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, കുറേ ചികിത്സിക്കാൻ കൊണ്ടുപോയി. പിന്നെ മൂല്യരുടെ അടുത്ത് കൊണ്ടുപോയി, നമ്പൂതിരിമാരുടെ അടുത്ത് കൊണ്ടുപോയി. അവരവരുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും പറയുമ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ അത് വിശ്വസിച്ച് അത് ചെയ്തു. ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ ലിംഗം പിടിച്ചിട്ട് പറഞ്ഞ് ഇവനൊരു കുഴപ്പമില്ല, ഇവനാണെന്ന് പറഞ്ഞു. പക്ഷെ അതെന്തായാലും പരിശോധിക്കണം. കാരണം ലിംഗം നോക്കി നിർണ്ണയിക്കുന്ന ഡോക്ടർ എവിടെ നിന്നാണ് MBBS പട്ടം എടുത്തതെന്ന് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല. വീട് ഞാനൊരു ബേക്കറി ഷോപ്പിലായിരുന്നു ജോലി. പക്ക അടച്ചിട്ടൊക്കെ വരുന്നല്ലേ? അതെ, ഒരു കൂട്ടിലിട്ട കിളീനെ പോലെ തന്നെയായിരുന്നു ഇത്രയും കാലം. പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴാണ് ഞാനായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 18-ാം തീയതി എന്നെ കാണാൻ വന്നു. അതെ. അതിനുശേഷം ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ വിഷമമൊന്നും ഞാൻ ആദ്യം പറഞ്ഞില്ല. എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ വന്നോന്ന് പറഞ്ഞു. വീട്ടിൽ ഞാൻ കള്ളം പറഞ്ഞു ജോലിയുടെ ആവശ്യത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി. ഉള്ള ജീവനും കൊണ്ട്. അതിന് മുമ്പ് കുറേ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്.
അവരൊക്കെ സുരാജ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ? അവർ സുരാജ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ഉപേക്ഷിക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാർട്ട്ണറെ കൂടെ ചുറ്റിക്കറങ്ങാനും തൃശ്ശൂർ അങ്ങനെ വേറെ ജില്ലയിലേക്ക് കറങ്ങാൻ പോകാനും അവരുടെ വീട്ടിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് എന്താ പറയുക, വീട്ടിലെ അമ്മയും അച്ഛനും എങ്ങോട്ട് പോകാനായിക്കില്ല. എൻ്റെ ഫോണിൽ ആരെങ്കിലും വിളിച്ച് ആരാ എന്താ അവരാദ്യം സംസാരിക്കും, എന്നിട്ടേ എനിക്ക് തരുള്ളൂ. അങ്ങനെ ഒരു രീതിയിലായിരുന്നു എൻ്റെ വീട്ടുകാർ എന്നെ കണ്ടുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ ഈ ഗേ എന്ന് പറയുന്ന ആൾക്കാർ, ഒരാളിപ്പോൾ ഗേ ആണെന്ന് വിചാരിച്ചിട്ട് ഒപ്പം നടക്കണമെന്നൊന്നും ഗേ അല്ല. അതായത് കള്ളന്മാരോട് നടക്കുന്ന എല്ലാവരും കള്ളനാണെന്നാണ് എല്ലാവരും പറയാനുള്ളത്. എന്നെ വിളിക്കുന്നവരൊക്കെ ആ രീതിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് നമുക്ക് സംശയം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും. നല്ല സംശയമല്ല, തീർച്ചയായിട്ടും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ക്യാമറ മുമ്പിൽ ഞാനും സുരാജും വന്ന് പ്രതികരിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഞങ്ങളെ എൻ്റെ വീട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെന്താണ് നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത്? അവരിപ്പോൾ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് കൂടെ എൻ്റെ പാർട്ണറായിട്ടുള്ള ശിവപ്രസാദ് എന്നെ കൂടെ നിർത്തി ഭീഷണിപ്പെടുത്തി നിർത്തിയതാണെന്ന് എൻ്റെ വീട്ടുകാർ പറയുന്നത്. അങ്ങനെ അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? തെളിവുകളിൽ ഒന്നായിട്ട് കഴിഞ്ഞ 1 വർഷവും 2 മാസവും കേരളത്തിൽ ആദ്യമായി ബൈസെക്ഷൽ ഗേ എന്ന രീതിയിൽ ലിവിങ് ടുഗദർ എഗ്രിമെൻറ്റ് നോട്ടറൈസ് ചെയ്തതിൻ്റെ കോപ്പിയാണിത്. ഇത് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കണം. ഇത് കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഇത് അവകാശപ്പെട്ടത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും നിരവധി പരാതികൾ എനിക്കെതിരെ, ഞാൻ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി, മനസ്സ് മാറ്റി, അതായത് ഏറ്റവും നല്ല പയ്യനാണ്, കഴിഞ്ഞ 20 വർഷം വരെ ജീവിച്ച സാഹചര്യം കേരളത്തിൽ വേറെ ഒരു ആൺകുട്ടികൾക്ക് ലഭിക്കാത്ത അത്രത്തോളം നല്ല സ്വാതന്ത്ര്യത്തോടെയും അതേപോലെ തന്നെ എല്ലാ മാനുഷിക അവകാശത്തോടെ ജീവിച്ചു എന്ന് അധികാരപ്പെടുന്ന ഇവൻ്റെ അമ്മയും അച്ഛനും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം പുറംലോകം കണ്ടത്. പുറംലോകം കണ്ടപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് എന്താവശ്യപ്പെട്ടത്? എനിക്ക് സ്വന്തമായിട്ട് പുള്ളിയുടെ കൂടെ ജീവിക്കണം, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത്രയും സഹിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം സഹിച്ച് ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ ഇറങ്ങി പോകുന്ന ഒരാളാണ്, എനിക്ക് ആരും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ വീട്ടുകാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പുള്ളിയുടെ കൂടെ. നിങ്ങൾ രണ്ടും പിന്നെ സുരാജിൻ്റെ ഫാമിലി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു. ആ അടുത്ത് നിന്ന് എങ്ങനെയാണ് ഇത്ര വഷളായി ബന്ധം വഷളാകാൻ? പറയാം. അതായത് ആദ്യമൊക്കെ എൻ്റെ പണം അവർക്ക് വേണമായിരുന്നു. കാരണം ഇവൻ ഒരു 3 മാസത്തേക്ക് വീട്ടുകാരുമായിട്ട് യാതൊരു കോൺടാക്റ്റും വയ്ക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇദ്ദേഹത്തിന് ഒരു STD സെക്ഷുവൽ ട്രാൻസ്മിഷൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുകയും അതിൻ്റെ ചികിത്സ എടുത്തത് ഞാനാണ്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തെ ചൈൽഡ്ഹുഡിൽ ഉപയോഗിച്ച വലിയമ്മയുടെ മകനെതിരെ ഇന്ന് ഈ നിമിഷം വരെ വീട്ടുകാരെ പരാതിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആരിടപെട്ടാണ് പരാതിക്ക് പോയത്? എൻ്റെ പാർട്ട്ണർ. അതും തിരുവനന്തപുരം ജെറോം സാറായിരുന്ന കളക്ടർ അദ്ദേഹത്തിന് ഞങ്ങളൊരു പരാതി നൽകുകയും അദ്ദേഹം അന്വേഷണ വിധേയമായി മലപ്പുറം വണ്ടൂർ സ്റ്റേഷനിൽ കൊടുത്ത ആ ഒരു അന്വേഷണ റിപ്പോർട്ടും ഞാൻ ചങ്ങാതിക്കുട്ടത്തിലേക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് പോലും ഇവൻ്റെ ജുഡീഷ്യൽ സ്റ്റേഷനിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൂടാഞ്ഞിട്ട് വീട്ടുകാരൻ നിരവധി കള്ളപ്പരാതി കൊടുക്കുന്നുണ്ട്. സുരാജ് തന്നെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കൊടുത്ത CMBയുടെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ കൈവശിരിക്കുന്നത്. സ്വന്തം അമ്മ, സ്വന്തം അച്ഛൻ, അതിനുശേഷം ഇദ്ദേഹത്തെ വലിച്ചു കയറിയ ഇദ്ദേഹത്തിൻ്റെ വലിയമ്മയുടെ മകൻ തൊട്ട് 8 പ്രതികളടങ്ങുന്ന CMB. ഇപ്പോൾ സുരാജിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഈ ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സുരാജിനെ തട്ടിക്കൊണ്ട് വന്നതാണെന്നും നിങ്ങൾ ഇഷ്ടമല്ലാതെയാണ് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതും പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അന്തസ്സായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നത്, നല്ലൊരു ജോലിയും ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുന്നു പുള്ളി എന്നെ ബലാത്കാരമായിട്ട് പിടിച്ചു വെച്ചതാണ്. എന്നെ ആരും പിടിച്ചു വെച്ചതല്ല. പിടിച്ചു വെച്ചതാണെങ്കിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഇതിൽ വരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അല്ല സുരാജ്, ഇപ്പോൾ സുരാജിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ കടന്ന തീ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ചങ്ങാതിക്കൂട്ടം ഒഴിച്ചു വന്നപ്പോൾ അത് ആളിക്കത്തിയതായിട്ട് തോന്നുന്നുണ്ടോ, അതോ തീ അണഞ്ഞതായിട്ടാണോ തോന്നുന്നത്? അതെ, ഇത്രയും നാളായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്, അവൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നിനക്ക് മെൻ്റൽ അല്ലേ, നിന്നെ അങ്ങനെ കൊണ്ടുപോയി. സ്വന്തം വലിയമ്മയുടെ മകനെ അമ്മ സംരക്ഷിച്ചു. അതെ, സംരക്ഷിച്ചു. സ്വന്തം മകൻ ഇങ്ങനെയൊക്കെ അവൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ അവൻ എൻ്റെ വീട്ടിൽ വരും. ഞായറാഴ്ച മാത്രമേ അവൻ്റെ പുള്ളിയുടെ വീട്ടിൽ അവൻ പോകാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട്. എല്ലാ രാത്രി എൻ്റെ അടുത്ത് വരും, നീ എൻ്റെ കൂടെ കിടക്കണം, ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞു കൊല്ലും. ആ രീതിയിൽ എന്നെ പറഞ്ഞ് ഭീഷണി. എന്ത് പറഞ്ഞാണ് സുരാജിൻ്റെ വലിയമ്മയുടെ മകൻ വിജേഷ് ഭീഷണിപ്പെടുത്തിയിരുന്നത്? എന്നെ കൊന്നു കളയും, നീ വഴങ്ങി തരണം, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, നീ പറഞ്ഞൊന്നും വിശ്വസിക്കില്ല, ഞാൻ പറഞ്ഞത് വിശ്വസിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവൻ യൂസ് ചെയ്തിട്ടാണ് എന്നെ. അവൻ വന്ന് കിടക്കാൻ പറയും, ഞാൻ കിടക്കും. ഒരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സ് അയച്ചിട്ട് അവൻ്റെ ലിംഗം എൻ്റെ വായിൽ കുത്തി കയറ്റും. ശബ്ദം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടിവസ്ത്രം എടുത്തിട്ട് എൻ്റെ വായിൽ കുത്തിരിക്കും. പിന്നെ അവൻ്റെ മുണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക എല്ലാ ദിവസവും. മുണ്ടെൻ്റെ 2 കൈയും 2 കാലും പൂട്ടി കെട്ടിയിട്ട് എൻ്റെ മലദ്വാരത്തിലൂടെ അവൻ
എല്ലാതും ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും സുരാജ് ഇത് എന്തുകൊണ്ടാണ് വീട്ടിൽ പറയാൻ മടിച്ചത്? വീട്ടിൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ആ ഒരു പ്രായത്തിൽ ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഈ വല്യമ്മയുടെ മോൻ എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ അയാൾക്ക് എത്ര വയസ്സ് വരും? ഇപ്പോൾ ആൾക്ക് 32 ആ ഒരു ഇതിൽ വരും. ഇപ്പം അവൻ നല്ല സന്തോഷമായിട്ട് അവൻ ജീവിക്കുന്നുണ്ട്. അതെ, ഞാനിങ്ങനെയും നടക്കുന്നു. എനിക്കിതിൽ ദുഃഖമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ആക്കിയ ആളെ എനിക്ക് ജയിലിൽ കയറ്റണം. കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്. എല്ലാവരും പറയുന്നു ഗേ ഒരു മെൻ്റൽ ഡിപ്രഷനിൽ നടക്കുന്ന ആൾക്കാരാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെയാ? ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, എല്ലാ വീട്ടുകാരും സമൂഹവും. അപ്പോൾ അവർക്ക് അതായത് ഈ കണ്ണാടി തുടച്ച് മാറ്റി സദാചാരക്കാരിൽ നിന്നും കണ്ണാടി തുടച്ച് മാറ്റി നല്ലൊരു കണ്ണാടി വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ പാർട്ട്ണർ സുരാജും ഇപ്പോൾ ശിവപ്രസാദും പ്രതികരിക്കുന്നത്. ഇയാളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ നിരവധി കള്ള പരാതി ഇവൻ്റെ അമ്മയച്ഛന് കൊടുക്കുന്നുണ്ട്. ആ പരാതിയിലെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എങ്ങനെയെങ്കിലും തിരിച്ച് സ്വന്തം നാട് മലപ്പുറത്ത് കൊണ്ടുപോയി 2 ദിവസത്തേക്ക് പൂട്ടിയിടുക, മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് പറയുക, എന്നിട്ട് ഇവനെ കൊണ്ട് തന്നെ എനിക്കെതിരെ ആഞ്ഞടിക്കുക. എങ്ങനെ ആഞ്ഞടിക്കണ്ടേ? കള്ളപ്പരാതി എന്നെ വെച്ചിട്ട് അവർക്ക് പുള്ളിയുടെ പൈസയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി, അതായത് ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ സ്വത്തുക്കളും അതേപോലെ തന്നെ എൻ്റെ ജീവനും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭീഷണി. സാധാരണ ഒരാളൊരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പൊട്ടക്കണ്ണനും ഒന്ന് വിളിക്കാൻ മടിക്കും. എന്നാൽ നിന്റെ അമ്മേഷൻ എന്താ ചെയ്യുന്നത്? എപ്പോഴും വിളിച്ചോണ്ട് എന്തൊക്കെ വിളിച്ച് പറയുന്നത്? ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, എപ്പോഴും വിളി. അതും ബ്ലോക്ക് ചെയ്ത നമ്പറിൽ നിന്നും വേറെ കുറേ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് വിളിക്കും. ഇനിയിപ്പോൾ ഞാൻ വീട്ടുകാരെ കളിക്കും, കരിവള വരും, ഒരുപാട് സൂക്ഷിക്കണം, എൻ്റെ കുട്ടിയെ നീ തട്ടിക്കൊണ്ടുപോയി, ഇത് നിൻ്റെ അവസാനത്തെ കുട്ടിയാടാ. അതിൻ്റെ അർത്ഥം എനിക്ക് ഇതിനു മുമ്പ് എത്ര കുട്ടികളുണ്ടെന്നും ആരൊക്കെ കണ്ടുപിടിക്കണം? രാജനും കണ്ടുപിടിക്കണം, ശാരദയും കണ്ടുപിടിക്കണം. എന്ത് നേടാൻ വേണ്ടിയാണ് ഇതെല്ലാം തുറന്നു പറഞ്ഞത്? ഭ്രാന്തില്ലാത്തവന് ഭ്രാന്തുണ്ടെന്ന് അടിച്ചേൽപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവൻ്റെ വഴിക്ക് വിടുന്നതാണ്. കാരണം ഇങ്ങനെ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, ഭ്രാന്തില്ലാത്ത എന്നെ കുറേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എല്ലാം ഞാൻ അനുഭവിച്ചു. പക്ഷേ ഇത് അനുഭവിക്കാത്ത ഒരാളോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്ന് ചിന്തിക്കുള്ളൂ. പിന്നെ ആൾക്കാർ പറയുന്നത് അവന് മെൻ്റലായിരിക്കും, ആ രീതിയിലായിരിക്കും അവൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയവനെ അറിയാവൂ അവൻ എവിടെയൊക്കെ പൊട്ടലുണ്ട്, അവൻ എവിടെയൊക്കെ മുറിവുണ്ട്, എവിടെയൊക്കെ അവന് സ്പെയിൻ ഉണ്ടെന്ന്. അവൻ അനുഭവിച്ച വേദനയാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷവും 2 മാസവുമായിട്ടും എൻ്റെ ഏറ്റവും വലിയ തലവേദന ഇവനല്ല, ഇവൻ്റെ വീട്ടുകാരാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെയാണോ ഇന്നാണോ നിൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് എന്നെ പൂട്ടാനായിട്ട്? മിനിഞ്ഞാന്ന് രാത്രി ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ കരിവള വരും, നീ ഒരുപാട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ഇനി എന്തൊക്കെ വ്യാജ പരാതികളാണോ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട കോടതി മുഖേന കൊണ്ടുപോകുന്നോ കൊടുക്കുന്നോ നമുക്ക് രണ്ടുപേർക്കും നിശ്ചയമുണ്ടോ? ഇല്ല. ഇതിലിപ്പോൾ വിഷയം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പറയുന്നു പുള്ളിയുടെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷെ ഞങ്ങളാണ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലും എന്ന് പറയുന്നുണ്ട്. എൻ്റെ വീടും നീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് അവരുടെ മോനെ നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അത് അവരത് കാണിക്കുന്നു. ഒന്നിലും പെടാത്ത ചേട്ടൻ്റെ അമ്മേനെ വരെ ഇതിൽ വലിച്ചയക്കുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു നടക്കുന്നത് എന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ, അതിൻ്റെ പങ്ക് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ അമ്മയും. എന്തായാലും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയ ലൈലകുമാരിയുടെ മകനാണ് ഞാൻ, അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന ഒരു ലേഡിയുടെ മകനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈംഗിക വൃത്തി ചെയ്ത് കൊടുത്തിട്ട് ഉപജീവനം കൊണ്ടുപോകേണ്ട സാഹചര്യം എൻ്റെ അമ്മയ്ക്കില്ല. വരുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞാൽ പോരെ? അതെ. പക്ഷേ ഈ ലിവിങ് ടുഗദർ പോലും ഇപ്പോൾ ഫേക്കാണെന്ന് പറഞ്ഞു നടക്കുന്നത്. കേരളത്തിൽ ഞങ്ങളെപ്പോലെ സെൽഫ് ഡിക്ലെയർ ചെയ്യാത്തവരുണ്ട്, ചെയ്തവരുണ്ട്. അതായത് വീട്ടുകാരെ പേടിച്ച് നിരവധി ചൂഷണങ്ങൾ ഇന്നും ഉള്ളിലൊതുക്കി പുറം ലോകത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും, സഹോദരിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ടെങ്കിൽ അവരെയൊക്കെ കൊന്നുകളയുമെന്ന് പറയുന്ന വീരേന്ദ്ര പുരുഷ കേസരിയോട് പറയാൻ എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എല്ലാവരും സുരാജല്ല, എല്ലാവരും ശിവപ്രസാദുമല്ല. ഞങ്ങൾക്കുണ്ടായ ഈ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിക്കണം. ഒരു മാതാപിതാക്കളും ഇനി ഗേ എന്ന് ഡിക്ലെയർ ചെയ്തൊരു വ്യക്തിയോ ബൈ എന്ന് ഡിക്ലെയർ ചെയ്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും വേർതിരിക്കാൻ ശ്രമിക്കരുത്. അത് കുറ്റകരമാണ്.